ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അലൈഡ് ഹെൽത്ത് സയൻസ് വിഭാഗത്തിൽപ്പെട്ട BSc OT ആൻഡ് AT എന്ന് പറഞ്ഞ കോഴ്സുകളെ പറ്റിയാണ്. അഥവാ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തേഷ്യ എന്ന കോഴ്സിനെ പറ്റി. ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടീം തന്നെ ഉണ്ടാകാറുണ്ട്. പേഷ്യൻറ്റിന് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനായിട്ട് പേഷ്യൻസിന് ചുറ്റും പലതരത്തിലുള്ള മെഷീൻസ് ഉണ്ടാകും. ഈ മെഷീൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുകയും സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഹാൻഡിൽ ചെയ്യുകയും പേഷ്യൻസിനെ കെയർ ചെയ്തുകൊണ്ട് ഓപ്പറേഷന് മുൻപായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിനെ അറേഞ്ച് ചെയ്യുന്നതും ഇവരൊക്കെയാണ്. ഇത്തരത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളെയാണ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ഇനി അനസ്തേഷ്യോളജിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ ഒരു സർജറിക്ക് വേണ്ടി അതിനു മുൻപായിട്ട് ഒന്നെങ്കിൽ പാർഷ്യലി അതല്ലെങ്കിൽ ഫുൾ ബോഡി അനസ്തേഷ്യ കൊടുത്ത് അവരെ മയക്കും. ഇത് ചെയ്യുന്നത് സർജറിയുടെ വേദന കുറയ്ക്കാനോ അതല്ലെങ്കിൽ സർജറി അറിയാതിരിക്കാനോ ഒക്കെ വേണ്ടിയിട്ടാണ്. ഡോക്ടർ പറഞ്ഞ ഡോസിൽ അനസ്തേഷ്യ പേഷ്യൻറ്റിന് നൽകുന്നതും അതിനുശേഷം പേഷ്യൻ്റ് കൺസീൻഡ് ലെവലിലേക്ക് തിരിച്ചു വരുന്നതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇനി എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇനി പേഷ്യൻറ്റിന് സംഭവിച്ചാൽ അനസ്തേഷ്യ ഡോക്ടറിനെ വിവരം അറിയിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അനസ്തേഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് OT ആൻഡ് AT പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് ചെയ്യേണ്ടി വരുന്നത്. ഇനി കോഴ്സിൻ്റെ ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ വരുന്നത് 3 വർഷവും പ്ലസ് 1 ഇയർ ഇൻറ്റേൺഷിപ്പുമാണ്. മാത്രമല്ല ഈ കോഴ്സിൽ ഡിപ്ലോമയും അവൈലബിൾ ആണ്. ഡിപ്ലോമയുടെ ഡ്യൂറേഷൻ വരുന്നത് 2 വർഷക്കാലം മാത്രമാണ്. ഇനി BSc കഴിഞ്ഞ് ഹയർ സ്റ്റഡിക്കായി MScയും നോക്കാവുന്നതാണ്. BSc OT ആൻഡ് ATക്ക് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിത്ത് 50% മാർക്കോടെ പാസ്സായിരിക്കുക എന്നത് മാത്രമാണ്. തിയററ്റിക്കൽ വൈസായിട്ടും പ്രാക്ടിക്കൽ വൈസായിട്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യേണ്ട കോഴ്സാണ് ഇതെന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു കാരണവശാലും നിങ്ങൾ ഈ കോഴ്സ് എടുക്കരുത്. നിങ്ങളുടെ പൂർണ്ണ താല്പര്യത്തോടെ മാത്രം ഈ കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നന്നായി പഠിക്കുകയും നല്ല അറിവോടെ പാസ്സാവുകയും നല്ല ജോലി കിട്ടാനുമുള്ള സാധ്യതയുണ്ട്. ലാബുകളിലോ സാധാരണ ഹോസ്പിറ്റലുകളിലോ ജോലി ചെയ്യാൻ ഈ കോഴ്സ് കൊണ്ട് പറ്റില്ല. കാരണം സർജറിയൊക്കെ നടക്കുന്ന ഹോസ്പിറ്റലൊക്കെയാണ് നിങ്ങളുടെ സേവനം അത്യാവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഒരുപാട് ജോബ് വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും യൂറോപ്യൻ കൺട്രീസിലുമൊക്കെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാറുണ്ട്. കേരളത്തിൽ BSc OT ആൻഡ് AT വളരെ കുറവ് കോളേജുകളിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെയുള്ളത് ഡിപ്ലോമയാണ്. എന്നിരുന്നാലും കർണാടക, തമിഴ്നാട് ഒരുപാട് കോളേജുകളിലൊക്കെ ഈ കോഴ്സുകൾ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും OT ആൻഡ് AT എന്ന് പറഞ്ഞ കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ സംശയമായ കാര്യങ്ങൾക്കോ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇതെൻ്റെ നമ്പറാണ്. കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ UK, കാനഡ, ജർമ്മനി, ഇറ്റലി രാജ്യങ്ങളിലോട്ടോ നിങ്ങൾ UG PG കോഴ്സിന് അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നന്ദി.